ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈമുകളിൽ സാധാരണ നമ്മൾ ഫ്രീ ടൈമുകളിൽ എന്താണ് ചെയ്യാറ്, വീഡിയോസ് കാണാറാണ് പതിവല്ലേ. പക്ഷെ നമ്മൾ ഇനി മുതൽ വീഡിയോസിന് പകരം ബുക്ക് റീഡ് ചെയ്യുക. ബുക്ക് റീഡ് ചെയ്തിട്ട് ആ ബുക്കിനെ പറ്റി ഒരു സമ്മറി നമ്മൾ ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് അവർ എമൗണ്ട് തരുന്നതായിരിക്കും. അത് എന്താണ്, ചുമ്മാ നമ്മളൊരു സമ്മറി അങ്ങ് തള്ളി മറിക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ സമ്മറി വായിക്കുമ്പോഴത്തേക്കിനും അവർക്ക് മനസ്സിലാകണം നമ്മൾ ആ ഒരു ബുക്കിനകത്ത് എന്താണുള്ളത്, അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മളെ ഉദ്ദേശിച്ച ആ ഒരു എന്താണ് ബുക്കാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ എന്താണ് ഓവറോൾ എന്നൊക്കെ തോന്നത്തക്ക രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമ്മറി നമ്മൾ നൽകണം. അത് ഒരുപാട് എന്താണ് നീണ്ട പാരഗ്രാഫായിട്ടൊന്നും കൊടുക്കണ്ട, വളരെ ഷോർട്ടായിട്ട് ആ ഒരു എന്താണ് ഒരു 200-300 വേർഡ്സിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ സമ്മറി സബ്മിറ്റ് ചെയ്യുക. അത് നമ്മൾക്ക് സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഈ ഒരു സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതും ആ ഒരൊറ്റ സമ്മറി തന്നെ നമുക്ക് ഒരു 20,000-ന് മുകളിൽ തന്നെ കിട്ടും. കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു സമ്മറി കൊടുത്താൽ 20,000 രൂപയൊക്കെ കിട്ടുമെന്ന്. കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമ്മറി അല്ലെങ്കിൽ റിവ്യൂസ് മറ്റുള്ളവർ വായിച്ച് നോക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ ഒരു സമ്മറി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ആ ബുക്ക് റീഡ് ചെയ്യുക. ആ ബുക്ക് റീഡ് ചെയ്താലേ ആ സൈറ്റിൽ ബുക്ക് പബ്ലിഷ് ചെയ്തവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, എമൗണ്ട് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ഓഫർ കൊടുത്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് റിവ്യൂസ് കൊടുപ്പിക്കുകയാണെങ്കിൽ നമ്മളിപ്പം എന്താണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് റേറ്റിംഗ് കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ്, എങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് അവർ ബാക്കിയുള്ളവർ പർച്ചേസ് ചെയ്തുള്ളൂ. അതേ സെയിം കാര്യമാണ് നമ്മളിവിടെ സമ്മറി കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ഇതിൽ സമ്മറി സബ്മിറ്റ് ചെയ്യാം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളരെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഇൻസ്റ്റാ റീഡ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമുക്ക് ബുക്സൊക്കെ റീഡ് ചെയ്യുക, എന്നിട്ട് അതിന് റിവ്യൂസ് കൊടുക്കുക, സമ്മറി കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻസ്റ്റാ റീഡ് ഓഫർ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഏൺ മണി ബൈ റൈറ്റിംഗ് ബുക്ക് സമ്മറീസ് വിത്ത് പേ $100 പെർ സമ്മറി കേട്ടോ. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന സമ്മറി, ബുക്ക് വായിച്ചതിന് ശേഷം നമ്മൾ നൽകുന്ന സമ്മറിക്ക് അവർ $100 വരെ എന്ത് ചെയ്യുന്നുണ്ട്, പെർ സമ്മറിക്ക് നൽകുന്നുണ്ട്. അപ്പം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ സമ്മറി കൊടുക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ലോങ് ആക്കാതെ എന്താണ് ഷോർട്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഇത് വായിച്ചാൽ നമ്മൾ എന്താണ് ആ സമ്മറി വായിച്ചാൽ അവർക്ക് തോന്നണം നമ്മൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, എന്താണ് ജെനുവിനാണ് എന്ന് തോന്നണം. എങ്കിൽ മാത്രമേ അവരെന്ത് തരത്തുള്ളൂ, അതിന് നമുക്ക് എമൗണ്ട് തരത്തുള്ളൂ. ഹൗ ടു ഏൺ മണി വിത്ത് ഇൻസ്റ്റാ റീഡ്, നമുക്കങ്ങനെ ആ ഇൻസ്റ്റാ റീഡിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. റീഡ് ആൻഡ് നോട്ടിഫിക്കേഷൻ ബുക്ക്, അപ്പം നമ്മൾ ആദ്യമേ സൈനപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നോട്ടിഫിക്കേഷൻ ബുക്കിനകത്ത് എന്ത് കാണും, വായിക്കാനായിട്ടുള്ള റീഡ് നോട്ടിഫിക്കേഷൻ ബുക്ക് കാണും. അതിനകത്തുനിന്ന് ചൂസ് എ ബുക്ക് ദാറ്റ് യു ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിങ്. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും താല്പര്യമുള്ളതുമായിട്ടുള്ള ബുക്ക് റീഡ് ചെയ്യുക. റീഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് ആദ്യത്തേത്. നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യുക, ബുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മളത് റീഡ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് എ സമ്മറി, നമ്മളത് വായിച്ചതിന് ശേഷം സമ്മറി നൽകുക. സമ്മറൈസ് the key instant and ideas of the books in a concise and clear manner. അപ്പോൾ നമ്മളത് വായിച്ചതിന് ശേഷം നമുക്കൊരു ആ ഒരു ബുക്കിനെ പറ്റി മറ്റൊരാൾ വായിക്കുമ്പം ആ ഒരു ബുക്കിനെ പറ്റി നല്ലൊരു ഐഡിയ, അല്ലെങ്കിൽ ഇന്നതായിരിക്കും ആ ബുക്കെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമ്മറി നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യുക. സബ്മിറ്റ് യുവർ സമ്മറി. എന്നിട്ട് നമ്മളതെന്ത് ചെയ്യുക, അതിൽ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ if your summary is selected, you will be compensation $100 for each summary. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സമ്മറി സെലക്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സമ്മറി ജെനുവിൻ ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ബുക്ക് വായിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടത്തക്ക രീതിയിലുള്ള സമ്മറി നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ കൊടുക്കുന്നത് ജെനുവിനായിട്ടുള്ള ഒരു സമ്മറി ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരത് സെലക്ട് ചെയ്താൽ നമുക്കതിന് പേയ്മെൻറ്റ് കിട്ടും എന്നാണ് അവർ പറയുന്നത്.
സമ്മറി സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള സമ്മറി സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു 100 200 വേർഡ്സൊക്കെ വരത്തക്ക രീതിയിലുള്ള കുഞ്ഞു സമ്മറി വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ സമ്മറി വായിച്ചാൽ ആ ഒരു ബുക്കിനെ പറ്റി ഒരു ഐഡിയ തോന്നത്തക്ക രീതിയിലുള്ള ജെനുവിനായിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള സമ്മറി വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ആയിരിക്കും ഇൻസ്റ്റാ റീഡ് എൻ്റെ ഒരു നിങ്ങൾ ഗൂഗിളിൽ ഇൻസ്റ്റാ റീഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ആ വിൻഡോ കാണാൻ പറ്റുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇതായിരിക്കും ഇൻസ്റ്റാ റീഡിൻ്റെ ഒരു ഹോം പേജായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ റീഡ് ബുക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ബുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക, അതിന് ശേഷം സമ്മറി കൊടുക്കുക, അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ റിവ്യൂവിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ശേഷം മാത്രം സൈനപ്പ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.